വെൽഫെയർ പാർട്ടി ബന്ധം യുഡിഎഫിനെതിരെ ആയുധമാക്കുന്നതിനിടെ കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റ് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പിന്തുണ എൽഡിഎഫിനെന്ന് എസ്ഡിപിഐയുടെ നിലപാട്. ബിജെപിയെ പരാജയപ്പെടുത്തലാണ് പ്രധാന ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ ഗുണപരമാകുക എൽഡിഎഫ് ആണെന്നും എസ്ഡിപിഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. എസ്ഡിപിഐയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി സഹകരിച്ച് പോകുക എന്നുള്ളതാണ്. NDA ഒഴികെയുള്ള UDF ആയിട്ടും LDF ആയിട്ടും ഒക്കെ സഹകരിച്ച് പോകാം എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഇത്തവണ SDPI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ആരുമായിട്ട് അങ്ങനെ ധാരണ ഉണ്ടാക്കില്ല. പ്രാദേശിക തലങ്ങളിൽ UDFിൻ്റെയും LDFിൻ്റെ ഒക്കെ ആളുകൾ പല രീതിയിലും പാർട്ടിയുടെ സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. പ്രാദേശിക തലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP വരാതിരിക്കാനുള്ള ഒരു നീക്കുപോക്ക് അത് UDF ആണോ LDF ആണോ ഓരോ പ്രദേശത്ത് എന്നുള്ളത് നോക്കിക്കൊണ്ട് ഒരു അനുകൂലമായൊരു അന്തരീക്ഷം എടുക്കാനാണ് പാർട്ടി സ്വാഭാവികം തീരുമാനിക്കുക. SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI വിജയിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകുന്നത്. മത്സരിക്കാത്ത ഇടങ്ങളിൽ പ്രാദേശിക അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നിലവിലെ 11 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സരിക്കാത്ത ഏകദേശം ഒരു 47ഓളം സീറ്റുകളിൽ പാർട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വോട്ട് പാർട്ടിക്കുണ്ട്. അവിടങ്ങളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ തവണ BJP 7 സീറ്റിൽ ജയിച്ചു. 22 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും നല്ലൊരു ശതമാനം ഇടതുപക്ഷമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവാനാണ് സാധ്യത. SDPI പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിഷയം LDFിനെതിരെ UDF പ്രചാരണ ആയുധമാക്കിയേക്കും. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഒരേ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചാരണം നടത്തുന്ന കാഴ്ച കാണേണ്ടി വരും. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി ഈ പിന്തുണ വേണ്ട എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരും. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF ചെയ്യുമോ എന്നുള്ളൊരു വിഷയം. ഏത് തരത്തിലാണ് ഇത് പ്രചാരണ വിഷയമായി മാറുന്നത് ഇപ്പോൾ? അപർണ, തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായി മാറിയതാണ് UDFിന് വെൽഫെയർ പാർട്ടിയുടെ സഹായം ലഭിക്കുന്നു, അല്ലെങ്കിൽ UDF സ്വതന്ത്രർ എന്ന രീതിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകുന്നു, വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്രർക്ക് UDF പിന്തുണ നൽകുന്നു. അങ്ങനെ ആ ബന്ധം വലിയ വിവാദമായി മാറുകയും CPM അടക്കം വിമർശിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഈ CPM ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും SDPI തങ്ങളുടെ പിന്തുണ LDFിന് നൽകുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. അത് ഈ BJP വിരോധത്തിന്റെ പേരിലാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിലും കഴിഞ്ഞ തവണ 22 ഡിവിഷനുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അത്തരം 2ാം സ്ഥാനത്തെത്തിയ വാർഡുകൾ ഒരുപക്ഷെ ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പോലും ഈ SDPI അടക്കം മുന്നിൽ കാണുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ BJPയെ തോൽപ്പിക്കുക എന്നത് LDFിനെ സഹായിക്കുക എന്നതിലൂടെ മാത്രമേ നടക്കൂ എന്നാണ് BJP SDPI ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. 11 ഇടങ്ങളിൽ മാത്രമാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നത്. മറ്റിടങ്ങളിൽ LDFിന് പിന്തുണ നൽകുന്ന ഒരു നിലപാടിലേക്കാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്നും ജില്ലാ പ്രസിഡന്റ് പറയുന്നു. കാരണം ഈ പല വാർഡുകളിലും ഈ ന്യൂനപക്ഷങ്ങൾ ഒക്കെ ഒരുപാട് വോട്ടർമാരുള്ള ഒരു നഗരസഭ ആണ് കോർപ്പറേഷൻ. ഒപ്പം കോഴിക്കോട് ജില്ലയുടെ പല പഞ്ചായത്തുകളും ഇത്തരം ഇടങ്ങളിൽ SDPIക്ക് പല വാർഡുകളിലും ഈ 20 മുതൽ 100 വരെയൊക്കെ വോട്ടുകൾ ഉണ്ട് എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ നോക്കിയാൽ പോലും 100-ൽ താഴെ വോട്ടുകൾക്ക് അല്ലെങ്കിൽ 50-ൽ താഴെ വോട്ടുകൾക്കൊക്കെ ഒരുപാട് സ്ഥാനാർത്ഥികൾ തോറ്റ സാഹചര്യമുണ്ട്. BJP പലയിടങ്ങളിൽ 50-ൽ താഴെ വോട്ടുകൾക്ക് തോറ്റ സാഹചര്യമുണ്ട്. ഇത്തരം ഇടങ്ങളിലേക്കൊക്കെ ഇത്തവണ മാറിയ സാഹചര്യത്തിൽ BJPക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ SDPIയുടെ ചെറിയ വോട്ട് പോലും നിർണായകമായി മാറുക എന്ന് SDPI നേതാക്കൾ പറയുന്നു. പലയിടങ്ങളിലും UDFുമായും LDFുമായും ഇതിനകം പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. SDPI മത്സരിക്കാത്ത ഇടങ്ങളിൽ അതത് സ്ഥലത്തെ സാഹചര്യം നോക്കിയാണ് പിന്തുണ നൽകുക. കോഴിക്കോട് ജില്ലയിൽ എന്തായാലും LDFിന് മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് BJPയെ കൃത്യമായി പ്രതിരോധിക്കണമെങ്കിൽ ആ വോട്ടുകൾ LDFിന് നൽകിയാലേ കഴിയുകയുള്ളൂ എന്ന നിലപാട് തന്നെയാണ് SDPI താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. വടകര നഗരസഭയിലടക്കം ഈ മുൻവർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ SDPI CPM ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടതാണ്. ഒപ്പം വടകരയ്ക്ക് സമീപമുള്ള അഴിയൂരിലും ഇത്തരത്തിൽ ഒരു SDPI CPM ധാരണ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. കഴിഞ്ഞ തവണ അവിടെ CPM സ്ഥാനാർത്ഥിക്ക് വളരെ പരിമിതമായ 2 അക്ക വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മറുവശത്ത് SDPI സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പലയിടങ്ങളിലും ഇത്തരം ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് നേരത്തെ തന്നെ UDF ആരോപിച്ചത്. എന്തായാലും ആരോപണങ്ങൾക്ക് ബലം പകരുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ പരസ്യമായി തന്നെ SDPIയുടെ പിന്തുണ CPMന് നൽകുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രത്യേകിച്ചും തങ്ങൾ സഹായിക്കുക CPMനെയാണ് എന്നവർ പരസ്യമായി, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികളെയാണ് എന്നവർ പരസ്യമായി തന്നെ പറയുന്നത്. അപർണ.